ഇനി പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റാലികളും മുദ്രാവാക്യങ്ങളൊക്കെ വരാൻ പോവുക. ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ആയിഷ ബീവി നമ്മുടെ ഉമ്മാക്ക് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സ്. 58ാമത്തെ വയസ്സിലാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മരിക്കുന്നത്. അപ്പൊ റസൂലുള്ള വഫാത്തായിട്ട് ആയിഷ ബീബി എത്ര കൊല്ലം ബാക്കിയുണ്ട്? 58 18 പോയാൽ 40 വർഷമുണ്ട്. എന്നിട്ട് എന്തൊക്കെ ഹദീസിലും ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളിലും ചെറിയ ചെറിയ വിരലനക്കം വരെ രേഖപ്പെടുത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ 40 കൊല്ലം നബി വഫാത്തായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ജീവിച്ചിട്ട് ഒരു റബീഉൽ അവ്വലിന് എന്റെ ഭർത്താവിന്റെ മുത്തുനബിയുടെ ജന്മദിന എന്ന് പറഞ്ഞ് ഒരു കാരക്കയുടെ പകുതി അതിന്റെ പേരിൽ കൊടുത്തതുണ്ടെങ്കിൽ നമുക്ക് കാരക്കാക്കണ്ട, നമുക്ക് മട്ടണോ ഒട്ടകോ എന്ത് ബിരിയാണിയും വെച്ച് വിളമ്പാം. ഇല്ല. സ്വഹാബികളുടെ കൂട്ടത്തുനിന്ന് ഒരാള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒരു ആഘോഷം നടത്തിയത്, ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇല്ല. മദ്ഹബിന്റെ 4 ഇമാമുകൾ അവരാരും ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മാസമാണെന്ന് പറഞ്ഞ്, ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് ഒരാഘോഷം സംഘടിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാന്ന്. ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്. ആദ്യത്തെ 3 നൂറ്റാണ്ടിലുമില്ല, 4ലുമില്ല. അപ്പൊ അത് ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? നമ്മൾ നടത്തുന്ന ഈ ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാരും ചെയ്തിട്ടില്ല, സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ചെയ്തിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമുകളും ചെയ്തിട്ടില്ല, അതിനുശേഷം വന്ന പണ്ഡിതന്മാരും ചെയ്തിട്ടില്ല. പക്ഷെ എന്തേ നമ്മൾ ചെയ്താൽ അത് ബിദ്അത്താണ്, പുതുതായി ഉണ്ടായതാണ്. പക്ഷെ മോശമല്ല, ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ്. അങ്ങനെ ഒരു ബിദ്അത്ത് ഇസ്ലാമിലില്ല. നല്ല ബിദ്അത്ത് ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല, ഭാര്യമാരും ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകളും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നു, നമ്മൾ പുതുതായി ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്ത്. അങ്ങനെ ബിദ്അത്ത്, എല്ലാ ബിദ്അത്തും ദലാലത്താണെന്ന് ആര്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആളുകൾ തിരിച്ചു ചോദിക്കുക, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനത്തെ മിമ്പറാണോ? ഇങ്ങനത്തെ കാർപ്പറ്റ് ഉണ്ടോ? മൈക്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് സാധാരണ ആളുകളോട് ചോദിക്കല്. ബസ്സിൽ പോയിട്ടുണ്ടോ? കാറിൽ പോയിട്ടുണ്ടോ? എന്നിട്ട് എല്ലാവരും ഒട്ടകത്തിലാണ് അപ്പൊ പോകുന്നത് ആണോ? അത് ദീനിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ദീനിൽ ഒരു കാര്യം സുന്നത്താണ്, ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് പറയണമെങ്കിൽ അവിടെ നമുക്ക് തെളിവ് കിട്ടണം. അതില്ല. ഇനി കുറച്ചുകൂടി സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങൾ നടത്തുന്ന ഈ ആഘോഷം തെറ്റാണ് എന്ന് ഖുർആനിൽ ഒരായത്ത് കൊണ്ട് കാണിച്ചു തന്നാൽ ഒരായത്തിന് 1 കോടി നമ്പർ വരെ ഇട്ട് പോസ്റ്റർ ഇറക്കുക. അപ്പൊ സാധാരണക്കാർ ഇത് വായിക്കും. വെറുതെ ഒന്നല്ല, നമ്മളെ പണ്ഡിതന്മാരത് തെളിവുണ്ട് എന്നാ വിചാരിക്കുക. ഈ തളിപ്പറമ്പ്, ഈ പള്ളിയുടെ മുമ്പിൽ, ഈ മുനിസിപ്പാലിറ്റിയുടെ ഇടയിൽ ഇവിടെ ഒരു 10 ആള് കൂടിയിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഒരു ദിക്ർ ഇങ്ങനെ ആടിയിട്ടും പാടിയിട്ടൊക്കെ ചെയ്തു. അപ്പൊ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവർ പറയാ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഏർപ്പാട് തെറ്റാണെന്ന് ഖുർആൻ കൊണ്ട് തെളിയിച്ചാൽ നിർത്തും ചെയ്യാ, തെളിയിച്ചവർക്ക് 2 കോടി തരാൻ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മളൊരു പുതുതായിട്ടൊരു ആചാരം ഉണ്ടാക്കുക, അത് ഖുർആനിൽ തെറ്റാന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെ ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാകാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആളുകൾ ഉണ്ടാവും. നമുക്ക് മുത്തുനബിയെ സ്നേഹിക്കണം, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. അവിടുത്തോടൊപ്പം നമുക്ക് സ്വർഗീയ പൂങ്കാവനത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കണം, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.